നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡിഫിക്കൽട്ടീസ് ഇൻ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്ക് കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ പറഞ്ഞു സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ഏജൻസി. എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇന്ത്യയിൽ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒഫീഷ്യൽ ഏജൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഔദ്യോഗിക ഏജൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനം എന്ന് പറയുന്നത് ഏതാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ CSO ആണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 2 മെയ് 1951 അതിന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ CSOയുടെ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1951 എന്നാണ്. 2 മെയ് 1951 CSO അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂ ഡൽഹിയിലാണ്. അപ്പോൾ ഡിഫിക്കൽട്ടീസ് ഇൻ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെയും ഡിഫിക്കൽട്ടി തന്നെയാണ്? CSOയുടെയും ഡിഫിക്കൽട്ടിയാണ്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് CSO ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് സെയിം തന്നെയാണ് എന്ന് പറയുന്നത്. ഡിഫിക്കൽട്ടീസ് ഇൻ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പോകാനുള്ളത് സെക്ടോറിയൽ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യാസ് നാഷണൽ ഇൻകം. ഓരോരോ മേഖലകളിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന് ലഭിക്കുന്ന സംഭാവനകൾ എന്തെല്ലാമാണ് തന്നല്ലോ. നമുക്കറിയാം 3 സെക്ടർ നമുക്കറിയാം. ഏതൊക്കെയാണ്? പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ ഏതാണ്? അഗ്രികൾച്ചറൽ സെക്ടർ. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടർ ഏതായിരുന്നു? ഇൻഡസ്ട്രിയൽ സെക്ടർ. അതുപോലെ തന്നെ ടെർഷറി സെക്ടർ എന്ന് പറയുമ്പോൾ ഏതാണ്? സർവീസ് സെക്ടർ. അപ്പൊ സർവീസ് സെക്ടറിന് നമുക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ടെർഷറി സെക്ടർ. The sum of income received from the primary, secondary and tertiary sectors constitute the national income of a country. ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നത് ഏതിന്റെ എല്ലാം ആകെത്തുകയാണ്? സമ്മാണ്. ഏതിന്റെ എല്ലാം വരുമാനത്തിന്റെ ആകെത്തുകയാണ്? സം ഓഫ് ഇൻകം റിസീവ്ഡ് ഫ്രം പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷറി സെക്ടർ. അപ്പൊ ടെർഷറി സെക്ടറിന്റെയും അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടറിന്റെയും അതുപോലെ തന്നെ പ്രൈമറി സെക്ടറിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ ആകെത്തുകയാണ് ഒരു രാജ്യത്തിന്റെ എന്തായി മാറുന്നത്? നാഷണൽ ഇൻകം ആയി മാറുന്നത്. ദ സം ഓഫ് ഇൻകം റിസീവ്ഡ് ഫ്രം the primary, secondary and tertiary sectors constitutes the national income of a country. അപ്പോൾ നമുക്കിവിടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അതിന്റെ കളക്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഒരു ടേബിൾ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഷെയർ ഓഫ് ഡിഫറെന്റ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യാസ് GDP ഇൻ പെർസെന്റേജ്. പെർസെന്റേജിലാണ് GDP പെർസെന്റേജിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രൈമറി സെക്ടർ 3 ഇയറിലെ ഒരു കമ്പാരിസൺ തന്നിട്ടുണ്ട്. സെക്കൻഡറി സെക്ടറും അതുപോലെ 3 ഇയറിലെ ഒരു കമ്പാരിസൺ തന്നിട്ടുണ്ട്. ടെർഷറി സെക്ടർ 3 ഇയറിലെ ഒരു കമ്പാരിസൺ തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ടോട്ടൽ തന്നല്ലോ. എന്തിലാണത്? ഇൻ പെർസെന്റേജ് ആണ് തന്നല്ലോ. അപ്പൊ 3 ഇയേഴ്സിന്റെ ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ്. അതുകൊണ്ടാണ് 2016, 17, 18, 19 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ഏപ്രിൽ 1 ഇയറിൽ ആരംഭിക്കുന്നു. അതുപോലെ തന്നെ 31 മാർച്ച് അടുത്ത വർഷത്തിൽ അവസാനിക്കുന്നു. അതാണ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏത് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ GDP ഉള്ളത്? പിന്നെ ചോദിച്ചിരിക്കുന്നത് which sector has made the highest contributions to India's GDP? What is the contribution of the same sector in particular year? അതുപോലെ തന്നെ ലീസ്റ്റ് നാഷണൽ ഇൻകം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന സെക്ടർ ഏതാണ്? അതുപോലെ തന്നെ വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുമ്പോൾ ഏതാണ്? പ്രൈമറി സെക്ടറിന്റെ പൊസിഷൻ പർട്ടിക്കുലർ ഇയറുകളിൽ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യനിൽ ഈസിയാണ്. കാരണം പെർസെന്റേജിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കി അതിന് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ തന്നല്ലോ. പ്രൈമറി സെക്ടർ എന്ന് ഒരിക്കലും ഓർമ്മിക്കുക. പ്രൈമറി സെക്ടർ ആരാണ്? അഗ്രികൾച്ചറൽ സെക്ടറാണ്. സെക്കൻഡറി സെക്ടർ ആരാണ്? ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. ടെർഷറി സെക്ടർ ഏതാണ്? സർവീസ് സെക്ടറാണ്. അപ്പൊ ആ ടേബിൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക? അതിന് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള ആൻസർ നൽകുക. അടുത്തത് the recent trends in the contribution of various sectors തന്നല്ലോ. അപ്പൊ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഗിവൺ ഇൻഫർമേഷൻ ഫ്രം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ
നമുക്ക് അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കാം. ഏത് ട്രെൻഡ് എന്ന് മനസ്സിലാക്കാം? പ്രൈമറി സെക്ടർ ആണോ, സെക്കൻഡറി സെക്ടർ ആണോ, ടെർഷറി സെക്ടർ ആണോ ഏറ്റവും കൂടുതൽ ഓരോരോ വർഷങ്ങളിൽ നാഷണൽ ഇൻകത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? അതിന്റെ GDP പെർസെൻറ്റേജ് നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാകും തന്നല്ലോ. അപ്പോൾ ദ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് വേരിയസ് സെക്ടേഴ്സ് ടു ദ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ ഷോ ആൻ ഇൻക്രീസ് ഇൻ ദ ഗ്രോത്ത് ഓഫ് സർവീസ് സെക്ടർ. അപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്ന ടേബിൾ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് ഏത് സെക്ടറിൽ നിന്നാണ്? ടെർഷറി സെക്ടറിൽ നിന്നാണ്, അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ നിന്നാണ്. അപ്പോൾ ദ റീസെന്റ് ട്രെൻഡ്സ്, ഈ അടുത്ത കാലത്തുള്ള എന്താണ് അതിന്റെ ട്രെൻഡ് അല്ലെങ്കിൽ അതിന്റെ ഗതി സൂചിപ്പിക്കുന്നത്. മറ്റുള്ള എല്ലാ സെക്ടറുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നല്ലോ, വളർച്ചയിൽ എന്താണ് വർധനവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? സർവീസ് സെക്ടറിലാണ്. ദ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് വേരിയസ് സെക്ടേഴ്സ് ടു ദ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ നാഷണൽ ഇൻകത്തിന്റെ എന്താണ് വ്യത്യസ്ത മേഖലകളിലെ സംഭാവനകളുടെ അടുത്ത കാലത്തായുള്ള എന്താണ് ഗതി പരിശോധിക്കുകയാണെങ്കിൽ ഷോ ആൻ ഇൻക്രീസ്, ഒരു വർധനവാണ് എന്താ കാണിക്കുന്നത്. ഏത് മേഖലയിലാണ്? ഇൻ ദ ഗ്രോത്ത് ഓഫ് ദി സർവീസ് സെക്ടർ തന്നല്ലോ, സേവന മേഖലയിലെ വളർച്ചയുടെ വർധനവാണ് പ്രദർശിപ്പിക്കുന്നത്. The secondary and tertiary sectors have come into contribute more to the national income than primary sector. അപ്പോൾ പ്രൈമറി സെക്ടറിന് അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിനെ അപേക്ഷിച്ചിട്ട് ദേശീയ വരുമാനത്തിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്നത് ആരെല്ലാമാണ്? സെക്കൻഡറി സെക്ടറും അതുപോലെ തന്നെ ടെർഷ്യറി സെക്ടറുമാണ്. എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സെക്ടറും അതുപോലെ തന്നെ സർവീസ് സെക്ടറുമാണ്. ദ സെക്കൻഡറി ആൻഡ് tertiary sectors have come to contribute more to the national income than the primary sector. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് സെക്ടറുകളെ നമ്മൾ കമ്പാരിസൺ നടത്തി നോക്കുന്നു. പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും കമ്പാരിസൺ നടത്തി നോക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് ബേസിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്നത് ഏത് സെക്ടറാണ്? സർവീസ് സെക്ടറാണ് തന്നല്ലോ. അത് നമുക്ക് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ആ ടേബിൾ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നല്ലോ. അപ്പോൾ എന്താണ് ഈ ടെർഷ്യറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്ന് നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ ആരെല്ലാമാണ് അവിടെ ഇൻക്ലൂഡ് ആവുന്നത്? ആസ് എ പാർട്ട് ഓഫ് ഡെവലപ്മെന്റ്, ദ റൈസ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് educational institutions and hospitals along with the advancement in banking, insurance and telecommunication have developed the growth of the tertiary sector. അപ്പോൾ ടെർഷറി സെക്ടറിൽ പ്രധാനമായിട്ടും വരുന്ന സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് എന്നല്ലോ. അപ്പോൾ സേവനമാണ് ടെർഷറി സെക്ടർ, സർവീസ് സെക്ടറാണ് എന്ന് പറയുന്നത് ടെർഷറി സെക്ടർ. അപ്പോൾ ടെർഷറി സെക്ടറിൽ വരുന്ന സ്ഥാപനങ്ങൾ ഏതെല്ലാം നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും സേവനമാണ്. അപ്പോൾ സർവീസാണ് അല്ലേ, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും തന്നല്ലോ. ഇപ്പോൾ ടെക്നിക്കൽ നോളജ്, അത് എഡ്യൂക്കേഷൻ നോളജ്, ഇപ്പോൾ നോളജ് യൂസ് ചെയ്യുന്ന എന്താണ് കൂടുതൽ സ്ഥാപനങ്ങളായിരിക്കും എവിടെ വരുന്നത്? ഈ ടെർഷറി സെക്ടറിൽ അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ വരും. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഏതൊക്കെ വരാം? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ, അല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അവരെന്താണ് ചെയ്യുന്നത്? സേവനമാണ് പ്രധാനം ചെയ്യുന്നത്. അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുന്നു? വിദ്യാഭ്യാസം പകർന്നു നൽകുന്നു അല്ലേ, അതൊരു സർവീസാണ്. അതുപോലെ ഹോസ്പിറ്റൽസ് അല്ലെ, ആശുപത്രികളിൽ എന്താണ് ചെയ്യുന്നത്? ഡോക്ടർമാർ, നഴ്സുമാർ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ആൾക്കാർ അവരുടെ സേവനം എന്ത് ചെയ്യുന്നു? അവിടെ വരുന്ന വ്യക്തികൾക്ക് പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ബാങ്ക് അല്ലെ, ബാങ്കുകളിൽ എന്താണ് നമുക്ക് പൈസ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുന്നു. അതുപോലെ തന്നെ എന്താണ് പൈസ നമുക്ക് എന്ത് ചെയ്യുന്നു? പിൻവലിക്കാൻ കഴിയുന്നു, വിഡ്രോ ചെയ്യാൻ കഴിയുന്നു. അതും എന്താണ് ഒരു സർവീസാണ്. ഇൻഷുറൻസ് അല്ലെ, നമ്മുടെ എന്താണ് ലൈഫിനെയും അതുപോലെ വസ്തുവകകളെയൊക്കെ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത പ്രീമിയം അടയ്ക്കുന്നു. അതിന് നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നു. അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻസ് അല്ലേ, എന്താണ് നമ്മുടെ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ടെലികമ്മ്യൂണിക്കേഷൻസ്. ഏതെല്ലാം വരാത്? ഓരോരോ പ്രൈവറ്റ് കമ്പനികളുണ്ട്, ഗവൺമെന്റ് കമ്പനിയുണ്ട്. ഏതാണ്? BSNL, അതുപോലെ തന്നെ ഏതാണ് വോഡാഫോൺ, ഐഡിയ, ജിയോ, ഇതൊക്കെ എന്താണ് ടെലികമ്മ്യൂണി ഇന്റർനെറ്റ് സേവനങ്ങൾ അല്ലേ. അതുപോലെ തന്നെ ഫോൺ വിളിക്കാനുള്ള ആശയവിനിമയത്തിന് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ഇതെല്ലാം പ്രദാനം ചെയ്യുന്ന ഈ സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്പോർട്ട് അല്ലെ, ഗതാഗത മാർഗങ്ങൾ അല്ലെ, അതെന്താണ് ഒരു സേവനമാണ്. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അതിന് വേണ്ടിയുള്ള ഗതാഗത മാർഗങ്ങൾ ഏതൊക്കെയുണ്ട്? ടാക്സി ഉണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്,
അതുപോലെ തന്നെ ഏതാണ് ബസ്സുണ്ട്, ട്രെയിനുണ്ട്, എയ്റോപ്ലെയിൻസ് ഉണ്ട്. ഇതെല്ലാം അതിന് ഉദാഹരണമാണ്. പിന്നെ എന്താണ് ടൂറിസം അല്ലേ? ടൂറിസം വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതിന് അല്ലേ എന്താണ് ടൂറിസ്റ്റ് അതവിടെ എന്താണ് സേവനമാണ്. ഓരോ സ്ഥലങ്ങളും നമ്മൾ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു, ഓരോരോ പ്രത്യേകതകൾ എന്താണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതെല്ലാം എന്താണ് സർവീസ് സെക്ടറാണ് ആണല്ലോ. അപ്പോൾ ഈ സർവീസ് സെക്ടറിന്റെ അല്ലെങ്കിൽ നോളജ് അല്ലെങ്കിൽ അറിവ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്താണ് ഒരു വളർച്ചയാണ്. അല്ലെങ്കിൽ ആ ഒരു എന്താണ് അറിവിന്റെ ഒരു മറ്റുള്ളവർക്ക് എന്താണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രദാനം ചെയ്യലാണ്, അല്ലെങ്കിൽ പ്രൊവൈഡിങ് ദ നോളജ് ടു അതേഴ്സ്. അതാണ് എന്ന് പറയുന്നത് കൂടുതലും എന്ന് പറയുന്നത് ഈ സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഏത് സെക്ടർ? ടെർഷറി സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആസ് എ പാർട്ട് ഓഫ് ഡെവലപ്മെന്റ്, വികസനത്തിന്റെ ഭാഗം എന്നോണം ദ റൈസ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ്, ആരുടെ ഉദയം എന്ന് പറയുന്നത്, ആരുടെ എന്താണ് വളർച്ച എന്ന് പറയുന്നത്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ആൻഡ് ഹോസ്പിറ്റൽസ്, ആശുപത്രികൾ, എലോങ് വിത്ത് ദ അഡ്വാൻസ്മെന്റ് ഓഫ്, അതിന്റെ കൂടെ ഏതിന്റെയും വികസന അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ബാങ്കിങ് അല്ലേ, അതുപോലെ തന്നെ ഇൻഷുറൻസ്, അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം എന്തിനാ? ടെർഷറി സെക്ടറിന്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നവയാണ്. അപ്പോൾ ആസ് എ പാർട്ട് ഓഫ് ഡെവലപ്മെന്റ്, വളർച്ചയുടെ ഭാഗമെന്നോണം ആരുടെ ഉദയം എന്ന് പറയുന്നത്? ആരുടെ ഉദയം? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എന്താണ് നടത്തിപ്പുകൾ, അതുപോലെ തന്നെ ആശുപത്രികൾ. പിന്നെ അതിനോടൊപ്പം തന്നെ ആരുടെ വികസനവും? ബാങ്ക്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ. ഇവയെല്ലാം എന്തിനു സഹായിച്ചിട്ടുണ്ട്? ടെർഷറി സെക്ടറിന്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വിത്ത് എക്കണോമിക് ഗ്രോത്ത്, ഇപ്പോൾ സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാനത്തിൽ അതിനോടൊപ്പം തന്നെ പീപ്പിൾ ആർ മോർ വില്ലിംഗ് ടു പാർട്ടേക്ക് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് ടൂറിസം. ആൾക്കാർ കൂടുതൽ എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്? ട്രാൻസ്പോർട്ടിലും അതുപോലെ ടൂറിസത്തിലും എന്ത് ചെയ്യുന്നു? പാർട്ടേക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ പങ്കാളികൾ ആകുന്നുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഹാസ് ആൾസോ ഹെൽപ്ഡ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദി ടെർഷറി സെക്ടർ. ടെർഷറി സെക്ടറിന്റെ വളർച്ചയ്ക്ക് അല്ലെ ആര് വളരെയധികം സഹായിക്കുന്നുണ്ട്? അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യവസായങ്ങളുടെ എന്താണ് വികസനം. ഡെവലപ്മെന്റ് ഓഫ് നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ഡെവലപ്മെന്റ് ഓഫ് നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഹാസ് ആൾസോ ഹെൽപ്ഡ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദി ടെർഷറി സെക്ടർ. അപ്പോൾ ടെർഷറി സെക്ടറിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ആരെല്ലാമാണ്? അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യവസായങ്ങളുടെ എന്തെന്ന് പറയുന്നത് വികസനം തന്നെയല്ലോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ടാണ് വരാനുള്ളത്. ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടറാണ്.